Hi friends, welcome to our channel Sky Dreams. I am Shiva. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് വർഷ വാട്ടർ ടാങ്കിൻ്റെ MD മിസ്റ്റർ രാമോഹൻ സാറിനെയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ ഒരു എന്താ പറയുക ഫേമിൻ്റെ കാര്യങ്ങളും അദ്ദേഹത്തിൻ്റെ ഈ ഫേം എങ്ങനെ തുടങ്ങി അതിൽ നിന്ന് എവിടെ എത്തി നിൽക്കണു എന്ന് നമുക്ക് അദ്ദേഹത്തിനോട് തന്നെ ചോദിക്കാം. 1992-94 ഞങ്ങൾ പ്രൊഡക്ഷൻ തുടങ്ങുന്നത്. 92-ലാണ് കമ്പനി എസ്റ്റാബ്ലിഷ് ചെയ്തത്. മലപ്പുറത്താണ് ഫാക്ടറി പ്രൊഡക്ഷൻ. അപ്പോൾ അവിടെയാണ് ഫാക്ടറി. ഇത് നമ്മുടെ കോർപ്പറേറ്റ് ഓഫീസ്. ഞങ്ങൾ കേരളത്തിലെ ആദ്യത്തെ റോട്ടം വെള്ളിങ് യൂണിറ്റാണ്. കാരണം ഇവിടെ വാട്ടർ ടാങ്ക് കിട്ടാൻ സ്കേഴ്സിറ്റിയുള്ള സമയം, പിന്നെ അതുപോലെ ആരും ചെയ്യുന്നില്ല. അങ്ങനെ വന്നപ്പോഴാണ് ഇത് ശരിക്കും ഇതിൻ്റെ ഫൗണ്ടർ ഡയറക്ടർ എന്ന് പറഞ്ഞാൽ ഡയറക്ടേഴ്സ് 3 പേരാണ് ഈ കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നത് ആദ്യം. ഞാനുണ്ട്, എൻ്റെ കോബ്രറുണ്ട്, പിന്നെ വേറൊരു സുരേഷ് കുമാർ എന്ന് പറഞ്ഞിട്ട് വേറെ ആൾക്കാർ. അവരില്ല, അവർ പോയി. അതിൻ്റെ പിന്നാലെയാണ് പുള്ളി വന്നത്. ഞങ്ങളുടെ ഫൈനാൻസ് ഡയറക്ടറാണ് TV വത്സലൻ. പുള്ളിയുടെ വീട് ചെയ്യാൻ. പിന്നെ വേറെ വേറെ 2-3 നമ്പൂരിമാരുണ്ട്. ഇതിന് 3 നായന്മാരും 3 നമ്പൂരിമാരുമാണ്. ഇതിനാണ് കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നത്. ആദ്യമൊക്കെ കമ്പനി ഇനീഷ്യലി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നല്ല സ്ട്രഗിൾ ചെയ്തിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. എന്തായിരുന്നു ആ സമയത്ത് ഉണ്ടായിരുന്ന നമ്മുടെ ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞത്? ഫൈനാൻസ് ഒരു പ്രോബ്ലമാണ്. ഫസ്റ്റ് ഒരു കമ്പനി, ഇത് കേരളത്തിൽ കേൾക്കാത്തൊരു കമ്പനിയാണ്. അപ്പോൾ അങ്ങനെ ഈ കമ്പനി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒന്നും സപ്പോർട്ട് ചെയ്യാതെ പറഞ്ഞാൽ KFC ആണ് നമുക്ക് ആദ്യത്തെ ലോൺ. എല്ലാ മെഷീനറികളും നമുക്ക് ഇവിടെ ഇത് ചെയ്യാൻ പറ്റിയില്ല. കാരണം വെച്ചാൽ അവർക്ക് ഇത് പ്രൂവ് ചെയ്യണ്ട. ഈ ഒരു പ്രൂവൺ പ്രോഡക്റ്റ് കമ്പനി അല്ലാതെ. കാരണം ഇത് ആരും തുടങ്ങിയില്ല. അങ്ങനെ ഓരോ മെഷീൻ വെച്ചിട്ടാണ് ആദ്യം മാനുഫാക്ചറിങ് തുടങ്ങി. ഇതിൻ്റെ പൾവറൈസർ എന്നുണ്ട്, പിന്നെ അതുപോലെ എന്താണ് എസ്ട്രോഡർ, അങ്ങനെ കുറേ മെഷീനറീസ് ഉണ്ട്. ഇതിലെല്ലാ മെഷീനറീസിനും അവർ ലോൺ നിന്നിട്ടില്ല. അവരായിട്ട് ഒരു പ്രോഡക്റ്റിനാണ്, ഒരു ടാങ്ക് ഉണ്ടാക്കുന്ന കമ്പനിക്കാണ് അല്ലേ ഓവനാണ് ഒരു ലോൺ തന്നത്. ബാക്കിയുള്ളവർക്ക് ഗ്രാജ്വലി വന്നിട്ടുള്ളതാണ്. നമ്മൾ പ്രൂവ് ചെയ്ത് കാണിച്ചു കൊടുക്കുമ്പോഴാണ് ഇവർ അങ്ങനെ വന്നതാണ്. നമ്മുടെ ടാങ്ക് കേരളത്തിലെല്ലാം എല്ലായിടത്തും എത്തുന്നുണ്ട്, എല്ലാ ഡിസ്ട്രിക്റ്റുകളിലും ഓൾമോസ്റ്റ് എല്ലാവരും. ഇപ്പം 48-50 യൂണിറ്റാണ് കേരളത്തിൽ. അതും ഭയങ്കര കോമ്പറ്റീഷൻ. ഭയങ്കര കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും കോമ്പറ്റീഷൻ ഉണ്ട്. റേറ്റിലാണോ കോമ്പറ്റീഷൻ? അല്ല, അതെ. അപ്പൊ ഓട്ടോമാറ്റിക്കലി റേറ്റ്, അപ്പൊ ക്വാളിറ്റിയിലും കോമ്പറ്റീഷൻ വരും. മനസ്സിലായില്ലേ? പലരും അതായത് ഇവിടെ ഇനി കേരളത്തിൽ ഇവിടെ ഉണ്ടാക്കുന്നത് മാത്രമല്ല, പുറത്തുനിന്ന് വരുന്ന ടാങ്കുകളുണ്ട്. അതിൽ വളരെ കുറവുള്ള ടാങ്കുകൾ. അല്ലേ? ടാങ്ക് ആണോ എന്ന് ചോദിച്ചാൽ ആണ്. നമ്മളെ മറ്റുള്ളവരിൽ നിന്ന് എന്താണ് വ്യത്യസ്തം? ഞങ്ങൾ ക്വാളിറ്റിയിൽ വിശ്വസിക്കുന്നവരാണ്. ക്വാളിറ്റി അതായത് ചോദിച്ചാൽ മാർക്കറ്റിൽ അന്വേഷിച്ചാൽ അറിയാവുന്നൊരു സംഭവമാണ്. വർഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വാളിറ്റിയിൽ നമ്മുടെ ടാങ്കിന് അങ്ങനെ കംപ്ലയിൻസ് വരാറുണ്ട്. പിന്നെ അതുമല്ല, ഞങ്ങളുടെ ഇത് വെൽഡ് ചെയ്യാൻ പറ്റുന്ന ടാങ്ക്. എന്തെങ്കിലും അത് വാങ്ങാനും വല്ല ഡാമേജ് വന്നു കഴിഞ്ഞാൽ അത് വെൽഡ് ചെയ്യാൻ പറ്റുന്ന ടാങ്കാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ മെറ്റീരിയൽ അങ്ങനത്തെയാണ്. ചില ടാങ്കുകളൊന്നും വെൽഡ് ചെയ്യാൻ പറ്റില്ല. കാരണം വെച്ചാൽ അങ്ങ് ഓട്ടയിൽ പോകും. അതാണ് കാരണം വെച്ചാൽ പല മെറ്റീരിയൽ ഇട്ടിട്ട് ചെയ്യുന്ന സ്ക്രാപ്പൊക്കെ യൂസ് ചെയ്യുന്ന ടൈപ്പ് ടാങ്കുകളുണ്ട്. ഞങ്ങൾ സ്ക്രാപ്പ് യൂസ് ചെയ്യുന്നില്ല. ഞങ്ങൾ വെർജിൻ മെറ്റീരിയലാണ് യൂസ് ചെയ്യുന്നത്. അല്ല, നമ്മളിപ്പോഴും ടാങ്ക് വാങ്ങുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കും ഇല്ലേ? കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ലീക്ക് ഉണ്ടാവോ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ എത്ര നാളും അത് യൂസ് ചെയ്യാം, ഗ്യാരണ്ടി എന്താ? ഗ്യാരണ്ടി കൊടുക്കുന്നുണ്ട്. ഞങ്ങൾ 13 കൊല്ലം ഗ്യാരണ്ടി കൊടുക്കുന്നു. മാനുഫാക്ചറിംഗ് ഉണ്ടല്ലേ? 13 വർഷം. ആദ്യം 10 വർഷമായിരുന്നു, പിന്നെ അത് 13 ആക്കി. ഒരു കമ്പനി 13 കൊടുത്തപ്പോൾ ഞങ്ങൾ 13 കൊടുത്തു. കാരണം ഞങ്ങൾക്ക് ധൈര്യമായിട്ട് കൊടുക്കാം. ഞങ്ങളുടെ ടാങ്ക് കമ്പനി തുടങ്ങിയ സമയത്ത് വാങ്ങിയിട്ടുള്ള ടാങ്കുകളൊക്കെ ഇപ്പോഴും പല സ്ഥലത്തും ഇപ്പോഴും ഉണ്ട്. ഒരു കംപ്ലൈൻറ്റ് കൂടാതെ ഇരിക്കുന്നുണ്ട്. അതിലെന്താ പ്യുവർ വാട്ടർ അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞേക്കാൾ ഇതിനെന്താണ് പ്രത്യേകത ശരിക്കും? ഇപ്പൊ ഈ ഒരു വാട്ടർ ടാങ്ക്, ഞാനിപ്പോ വർഷയുടെ ഒരു വാട്ടർ ടാങ്ക് വാങ്ങി എൻ്റെ വീട്ടിൽ വെച്ചു. എനിക്ക് പറയാൻ മറ്റുള്ള വാട്ടർ ടാങ്കിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ എനിക്ക് ഇതിനുള്ള ക്വാളിറ്റി അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ ഫസ്റ്റ് വെർജിൻ മെറ്റീരിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുഡ് ഗ്രേഡാണ് വെർജിൻ.
ഇതേ മെറ്റീരിയൽ ഉപയോഗിച്ച് ചെയ്യുന്ന ഞങ്ങളുടെ ടാങ്കുകൾ, കെമിക്കൽ കണ്ടെയ്നേഴ്സ് എന്ന് പറയും. അത് തന്നെ ഈവൻ ഇത് ഫുഡ് ഗ്രേഡ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനുള്ള സർട്ടിഫിക്കറ്റ് ഉണ്ട്. ഫുഡ് ഗ്രേഡ് ആണെന്ന് പറഞ്ഞിട്ട് മാനുഫാക്ചറിങ്, അതായത് റോ മെറ്റീരിയൽ ഉണ്ടാക്കുന്ന, അതായത് ഗെയിൽ, റിലയൻസ് അങ്ങനെയുള്ള കമ്പനികൾ, പെട്രോ കെമിക്കൽസ് കമ്പനികൾ, അവർ ആ സർട്ടിഫിക്കറ്റ് നമ്മൾ ആവശ്യപ്പെട്ടാൽ തരും. മനസ്സിലായി? അപ്പം നമുക്ക് അതാണ് ഇതിൻ്റെ ക്വാളിറ്റി. ഇത് വെച്ചിട്ട് തന്നെ ആയുർവേദ മറ്റേ മെഡിസിൻ മാനുഫാക്ചേഴ്സ് നമ്മുടെ ടാങ്ക് യൂസ് ചെയ്യുന്നുണ്ട്. ഔഷധി എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഔഷധി ഏറ്റവും വലിയൊരു അതെ, ഔഷധി നമ്മുടെ ടാങ്ക് യൂസ് ചെയ്യുന്നു. ഇവിടെ പല കമ്പനികളും, കാരണം വെച്ചാൽ ഫുഡ് ഗ്രേഡ് ആയതുകൊണ്ടാണ്. ശരിക്കും എടുത്ത് പറയാവുന്ന ഒരു കാര്യം ഫുഡ് ഗ്രേഡ് ആണ് എന്നുള്ളതാണ്. അതെ അതെ. ഇത് ഫുഡ് ഗ്രേഡ് അല്ലാണ്ട് കേട്ടോ. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോഴാണ് ഈ അഡൾട്രേഷൻ വരുന്നത്. ഈ കോമ്പറ്റീഷൻ വരുമ്പോൾ ഇതിനകത്ത് കുറച്ച് ഇതും കുറച്ച് മറ്റുള്ള മെറ്റീരിയലുകളും സ്ക്രാപ്പും ഒക്കെ കൂടെ മിക്സ് ചെയ്തിട്ട് ചെയ്യുന്നതുകൊണ്ടാണ്. എല്ലാ വാട്ടർ ടാങ്കും ഫുഡ് ഗ്രേഡ് ആണോ? എല്ലാ വാട്ടർ ടാങ്കും ഫുഡ് ഗ്രേഡ് ആണോന്ന് വെച്ചാൽ മെറ്റീരിയൽ ശരിക്കും LLDP കമ്പനി അതായത് സപ്ലൈ ചെയ്യുന്നത് ഫുഡ് ഗ്രേഡ് ആണ്. മനസ്സിലായില്ലേ? ഈ പെട്രോൾ കെമിക്കൽസ് കമ്പനികൾ സപ്ലൈ ചെയ്യുന്ന ഗ്രാന്യൂൾസ് ഫുഡ് ഗ്രേഡാണ്. അത് കഴിഞ്ഞിട്ടാണ് അതിനകത്താണ് ഈ പറയുന്ന സ്ക്രാപ്പൊക്കെ ആഡ് ചെയ്യുന്നത്. കാരണം കോസ്റ്റ് കോമ്പറ്റ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഇവിടെ ഞങ്ങളുടെ ടാങ്ക് കുറച്ച് കോസ്റ്റ് കൂടുതലുള്ള ടൈപ്പ് എന്നാണ് പറയാം, പ്രീമിയം ടൈപ്പ് ടാങ്കുകൾ എന്നാണ് പറയാം. അപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ മാർക്കറ്റിൽ പൊതുവേ ജനങ്ങൾക്ക് വില കുറവുള്ള സാധനങ്ങളാണ് താല്പര്യം. അത് ക്വാളിറ്റി എല്ലാം മെയിൻറ്റെയിൻ ചെയ്യും, ക്വാളിറ്റി നോക്കുന്നില്ല. ഒരു സ്ഥലത്ത് ചെയ്തിട്ട് നമ്മളിപ്പോൾ കാരണം എന്ന് വെച്ചാൽ സാധാരണ ടാങ്ക് ഇപ്പോൾ വൈറ്റിനോട് ആളുകൾക്ക് ആഭിമുഖ്യം തുടങ്ങി. മറ്റേ ഇതിനകത്ത് ബ്ലാക്ക് ടാങ്ക്, പുറമെ ബ്ലാക്കും ഉള്ളിൽ വൈറ്റ് കണ്ടു കഴിഞ്ഞാൽ വില കുറവുള്ള ടാങ്കുകളുടെ ഇത് ചോദിക്കും ആളുകൾ. ഇതിനെന്താ വില? ഇതിന് 4 രൂപ. ഇതിനെന്താ വില? ഇതിന് നമ്മുടെ 5 രൂപ 6 രൂപ എന്ന് പറയും. 4 രൂപ മതി. ആളുകൾ അറിയുന്നില്ല അതിൻ്റെ ക്വാളിറ്റി ഉണ്ടാകുന്ന ആളുകൾ ചോദിക്കുന്നില്ല. അത് ചോദിക്കുക വിലയാണ് നോക്കും. ക്വാളിറ്റി ആരും നോക്കണില്ല, വിലയില് മാത്രമേ ശ്രദ്ധിക്കുന്നു. ക്വാളിറ്റി നോക്കുന്നവരുണ്ട്, അറിവുള്ളവരും. അതായത് ഇവിടെ 3 ക്ലാസ് ഉണ്ടാവും. അതായത് നല്ല പ്രീമിയം ടാങ്ക് വാങ്ങിക്കുന്നവരുണ്ട്, മീഡിയം വാങ്ങിക്കുന്നവരുണ്ട്, ഏറ്റവും ചീപ്പ് ഇതാണ് വാങ്ങിക്കുന്നത്. കാരണം പൊതുവെ പറയുന്നത് വെച്ചാൽ വീട് പണിയൊക്കെ കഴിഞ്ഞ് കയ്യിലെ കാശൊക്കെ തീരുമ്പോഴാണ് ടാങ്ക് വാങ്ങിക്കുക. അപ്പോൾ പിന്നെ എന്തെങ്കിലും ഒരു ടാങ്ക് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അല്ല, അത് എനിക്ക് തോന്നുന്നു എല്ലാ മനുഷ്യരും ചിന്തിക്കേണ്ട, അതിനൊന്നും അത്ര ഇമ്പോർട്ടൻസ് ആരും കൊടുക്കുന്നില്ല. നമ്മൾ കുടിക്കുന്ന വെള്ളമാണ് അതിലായത്. അതിലാരും ബാത്റൂം ക്ലോസറ്റ് ചിലപ്പോൾ 50,000 രൂപയുടെ ക്ലോസറ്റ് വാങ്ങി വയ്ക്കും. അതേ സമയത്ത് ഒരു 5,000 രൂപയുടെ ടാങ്ക് വാങ്ങിക്കാൻ ബുദ്ധിമുട്ടാണ്. ക്ലോസറ്റ് ഇപ്പൊ എന്തായാലും പ്രശ്നമില്ല, മനസ്സിലായില്ലേ? ടാങ്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ടാങ്കിനകത്ത് ഉള്ളത് ടാങ്ക് ക്ലീൻ ചെയ്തില്ലെങ്കിൽ, മനസ്സിലായില്ലേ, അതിനകത്ത് വെള്ളത്തിലുള്ള അഴുക്ക് മുഴുവനും ടാങ്കിനകത്തുണ്ട്. ഓട്ടോ ക്ലീൻ വാട്ടർ ടാങ്ക് എന്ന് പറയുമ്പോൾ സാധാരണ ടാങ്ക് നമ്മൾ കഴുകണമെങ്കിൽ ഒരാൾ അതിനകത്ത് ഇറങ്ങി കഴുകണം, അല്ലേ? നമ്മൾ ഈ പറയുന്ന ടാങ്ക് ഓട്ടോ ക്ലീൻ എന്ന് പറഞ്ഞാൽ ഫുള്ളി ഓട്ടോമാറ്റിക് ഉണ്ട്, സെമി ഓട്ടോമാറ്റിക് ഉണ്ട്. അതായത് ഫുള്ളി ഓട്ടോമാറ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഡ്രെയിൻ ചെയ്യുന്നിടത്ത് ഒരു വാൽവ് വെച്ച് ഓട്ടോ ഡ്രെയിൻ വാൽവ് എന്ന് പറയും. അത് മോട്ടറൈസ് ചെയ്ത് ഒരു ടൈം അഡ്ജസ്റ്റ് ചെയ്തിട്ട് അത് ഓട്ടോമാറ്റിക്കായിട്ട് ഇത്ര ഇത് സമയം കൂടുമ്പോൾ അതിന് ടൈം സെറ്റ് ചെയ്യാൻ പറ്റും. അതെ, അതാണ് ഈ വർഷ സ്വച്ച് എന്ന് പറയുന്ന ഓട്ടോമാറ്റിക് മറ്റേ ക്ലീൻ ടാങ്ക്. ഈ ടാങ്കിൻ്റെ അടിഭാഗം ഇങ്ങനെ കോണിക്കൽ ഷേപ്പിലാണ്. അതെ, അപ്പോൾ ഇതിൻ്റെ പിന്നെ അത് കൂടാതെ ഇൻലെറ്റ് ഇതിനകത്തോട്ട് വെള്ളം വരുന്നത് ഒന്ന് ചെറുതായിട്ട് റൊട്ടേറ്റ് ചെയ്തിട്ടാണ് വെള്ളം വരുന്നത്. അപ്പോൾ ഇതിൻ്റെ അഴുക്ക് മുഴുവനും താഴെ വന്ന് സെറ്റ് ചെയ്യും. ഇത് സെറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 50 സെൻറ്റിമീറ്റർ വലിപ്പം ഉണ്ടായിരിക്കുള്ളൂ, അല്ലേ? അതിൽ നിന്ന് അഴുക്ക് പുറത്തേക്കുമ്പോൾ വളരെ എളുപ്പമാണ്. ഈ പ്രഷറിൽ വെള്ളം പെട്ടെന്ന് ഇതിനകത്തുള്ള അഴുക്ക് മുഴുവൻ പുറത്തു. അങ്ങനെ ഇതെല്ലാം ഓട്ടോമാറ്റിക് ഉണ്ട്. ഓട്ടോമാറ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം മോട്ടറൈസ് ചെയ്തിട്ടുണ്ട്.
അതേസമയം ഇതാണെന്ന് വെച്ചാൽ ഓർഡിനറി എന്ന് പറഞ്ഞാൽ ഇതിലിപ്പോൾ ഇതിന് വാൽവ് നമ്മൾ തുറന്നു കൊടുക്കണം. ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ക്ലീൻ ചെയ്ത് ഇതും ഓട്ടോമാറ്റിക്കായിട്ട് ക്ലീൻ ചെയ്തു. അഴുക്കുഴ ഇവിടെ ഈ 50 സെൻറ്റിമീറ്ററിലാണ് വന്ന് നിൽക്കുക. ഇത് രണ്ടും തമ്മിലുള്ള റേറ്റ് വേരിയേഷൻ ഒരുപാടാണ്. ഈ വരുന്ന ഇതിനെല്ലാം മോട്ടറൈസ് ചെയ്യുക. അതായത് ഇതിൽ മറ്റേ എന്താ പറയുക ക്ലോറിൻ ഡിഫ്യൂസർ എന്ന് പറയുന്നത്. ക്ലോറിൻ ഡിഫ്യൂസർ എന്തിനാണെന്ന് വെച്ചാൽ ഇതിനകത്തേക്ക് വരുന്ന വെള്ളത്തിനകത്തുള്ള മറ്റേ അയൺ ഈക്കോളി അങ്ങനെയുള്ള അഴുക്ക് ഈ ഇതിലൂടെ കംപ്ലീറ്റ് ഡിഫ്യൂസ് ചെയ്യണം ക്ലോറിൻ. അപ്പോൾ ക്ലോറിൻ ആഡ് ചെയ്ത് നമ്മൾ മുൻപെല്ലാം ഇപ്പോഴും ഉണ്ട് പീച്ചി വെള്ളമൊക്കെ വരുമ്പോൾ അതിനൊരു ക്ലോറിൻ്റെ ഒരു മണം ഉണ്ടാവും അല്ലേ? അത് ഡോസ് കൂടിയിട്ടാണ്. ശരിക്കും മണം പാടില്ല. ഇതിലാഴ്ച അഡ്ജസ്റ്റ് ചെയ്യാവുന്ന വാൽവുണ്ട്. മനസ്സിലായില്ലേ? ക്ലോറിൻ അഡ്ജസ്റ്റ് ചെയ്യാവുന്ന വാൽവുണ്ട്. അപ്പോൾ സ്മെല്ല് അത്രയും പേര് ഉണ്ടാവില്ല. ഇല്ല, ആവശ്യത്തിനുള്ള ക്ലോറിൻ മാത്രം ഇതിനകത്തേക്ക് വരണം. അതെ, അതുപോലെ ഇതിനകത്ത് ഫിൽട്ടർ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഇതിനകത്ത് ഫിൽട്ടർ ഇതാണ് ഔട്ട്ലെറ്റ് വരുന്നത്. ഇതിനകത്ത് വലിയ ജംബോ ഫിൽട്ടർ എന്ന് പറഞ്ഞിട്ട് വലിയ ഫിൽട്ടർ ഉണ്ടാവും. ആ ഫിൽട്ടർ ഇങ്ങനെ ക്ലീൻ ചെയ്തിട്ടായിരിക്കും വെള്ളം പോവുക. അതാണ്. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്റ്റ് നമുക്ക് ഇതിൽ നിന്ന് വെള്ളം കുടിക്കാം. അതെ, അതാണ് നമ്മുടെ ഓട്ടോ ക്ലീൻ വാട്ടർ ടാങ്കിൻ്റെ ഗുണം. അതുപോലെ തന്നെ ഒരു പ്രോഡക്റ്റാണ് നമ്മുടെ ഡിസിൻഫെക്റ്റഡ് ഫ്ലഷ് ടാങ്ക്, സെപ്റ്റിക് ടാങ്ക്. ഡിസിൻഫെക്റ്റഡ് സെപ്റ്റിക് ടാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ സെപ്റ്റിക് ടാങ്ക് പോകുന്ന വെള്ളം നമ്മളൊക്കെ കുടിക്കുന്ന വെള്ളത്തിൽ കിണറ്റിലെ വെള്ളത്തിൽ എന്തുകൊണ്ടാണ് ഈ ഈക്കോളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കക്കൂസ് വേസ്റ്റ്, അതായത് മാലിന്യം കളർന്ന വെള്ളം ഏത് കിണർ നോക്കിയുള്ളൂ അങ്ങനെ വെള്ളം ഒന്ന് വെറുതെ ഇവിടെ ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ കൊടുക്കുക. ഈ ഈക്കോളിൻ്റെ ആയിരിക്കും. പ്രത്യേകിച്ച് ടൗണുകളിൽ മാത്രമാണോ എല്ലാ സ്ഥലത്തും ഉണ്ടാവുക? ടൗണുകളിലാണ് കൂടുതൽ വേണം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അടുത്തടുത്ത് താമസിക്കുന്ന ആളുകളാണ്. 10 സെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ കാര്യമാണ്. ടൗണിൽ 5 സെന്റ് അല്ലെങ്കിൽ 3 സെന്റ് ഇതിലൊക്കെയാണ് താമസിക്കുന്നത്. ഇതിനകത്ത് തന്നെയാണ് ഈ കിണറുണ്ടാവുക, അല്ലേ? നമ്മുടെ സെപ്റ്റിക് ടാങ്ക് ഉണ്ടാവുക. അപ്പോൾ ഈ സെപ്റ്റിക് ടാങ്കിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന വെള്ളം മണ്ണിലേക്ക് പോകുന്ന വെള്ളം മഴ പെയ്യുമ്പോൾ കിണറ്റിൽ പോകും. അതുകൊണ്ടാണ് ഈ വെള്ളത്തിൽ ഈക്കോളി ഉണ്ടാവുന്നത്. അല്ലേ? അപ്പോൾ അത് കാരണം നമ്മൾ ഇതിൽ നിന്ന് സെപ്റ്റിക് ടാങ്ക് ഡിസിൻഫെക്റ്റഡ് ആയിട്ട് ഈ വരുന്ന ഇതിൽ നിന്ന് പുറത്തു പോകുന്ന വെള്ളത്തിന് ശരിക്കും പോർട്ടബിൾ വാട്ടർ ആയിട്ടാണ് പുറത്തേക്ക് കൊടുക്കുന്നത്. കുടിക്കാൻ പറ്റുന്ന വെള്ളം എന്ന് പറയും. അല്ലെങ്കിൽ ആരും ചെയ്യില്ലാതെ ആർക്കും തോന്നില്ല. പക്ഷെ പല ഇൻഡസ്ട്രികളിലും ഈ വെള്ളം യൂസ് ചെയ്യുന്നുണ്ട്. വേസ്റ്റ് വാട്ടർ ക്ലീൻ ചെയ്ത് ഫ്ലോർ വാഷ് ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ ഫ്ലഷ് ടാങ്കിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഫ്ലോർ വാഷ് ചെയ്യാൻ യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ വലിയ വലിയ കമ്പനികൾ, ഞങ്ങൾക്ക് വേറൊരു യൂണിറ്റ് ഉണ്ടായിരുന്നു, ഒരു മീറ്റ് പ്രോസസ്സിങ് യൂണിറ്റ് ഗോവിന്ദാപുരത്ത്. അവിടുത്തെ എഫ്ലുവൻറ്റ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് കൊണ്ടുവന്നുണ്ട്. അതിൻ്റെ വെള്ളം നമ്മൾ ക്ലീൻ ചെയ്ത് ഇതുപോലെ പല കടമ്പകളും കിടന്ന് ക്ലീൻ ചെയ്ത് അത് ഫ്ലോർ വാഷ് ചെയ്യാനും സെപ്റ്റിക് ടാങ്ക് നമ്മുടെ ഫ്ലഷ് ടാങ്കിൽ അങ്ങനെയുള്ള ആവശ്യം ഗാർഡനിങ് ഇതിനൊക്കെ യൂസ് ചെയ്യാം. ഒരു വൃത്തികെട്ട സ്മെല്ലുണ്ടാവില്ല. കാരണം വെച്ചാൽ അതിനകത്ത് ഓക്സിജൻ കൊടുത്ത് അങ്ങനെ അതാണ്. ഇത് മറ്റേ ക്ലോറിനേഷൻ നടത്തിയിട്ടാണ് ഇതിനകത്ത് മറ്റേ സെപ്റ്റിക് ടാങ്കിലുള്ള വെള്ളം പുറത്തു പോകും. മനസ്സിലായി? അതിന് വലിയ സോപ്പിട്ട് അപ്പോൾ ഇതിൽ നിന്ന് പോകുന്ന വെള്ളം കിണറ്റിൽ പോയാലും വെള്ളം ക്ലീനായിരിക്കും. കിണറ്റിലെ വെള്ളം അപ്പോൾ നിങ്ങളുടെ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ടൗണിലൊക്കെ ഇത് എല്ലാവരും യൂസ് ചെയ്യേണ്ടതാണ്. നമ്മളിവിടെ ബാത്റൂമില് ക്ലോസറ്റിന് മാത്രം മാറ്റം ഉണ്ടാവില്ല. കാരണം നമ്മുടെ അടുത്തുള്ള വീടുകളും ഇത് യൂസ് ചെയ്യണം. അതായത് ഞങ്ങളുടെ ഒരു ക്യാപ്ഷൻ ഉണ്ട്, നിങ്ങളെ പോലെ നിങ്ങളുടെ അയൽവക്കത്തെ അയൽവക്കക്കാരന്റെ കിണറിനെയും നമ്മൾ നമ്മുടെ കിണറിനെ സ്നേഹിക്കുന്ന പോലെ തന്നെ അല്ല, അതിനൊരു നല്ല വാചകമല്ലേ? കാരണം അങ്ങനെ ചിന്തിച്ചാലാണ് നമുക്ക് എല്ലാവർക്കും നന്നായിട്ട് നല്ല ആരോഗ്യത്തോടുകൂടി ജീവിക്കാൻ പറ്റും. അപ്പൊ അങ്ങനെയുള്ളതാണ് ഇതില് മനസ്സിലായ. അപ്പൊ അതുപോലെയുള്ള സെപ്റ്റിക് ടാങ്ക് ഉണ്ട് നമ്മളാണ് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. വേറെ ചെയ്യുന്നില്ല. കോസ്റ്റ്ലിയാണ്.
ഇത് നിങ്ങളത് തേർഡ് ചേമ്പറിലാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു സെപ്റ്റിക് ടാങ്കിൻ്റെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ചേമ്പറിൽ വന്നു കഴിഞ്ഞാൽ ഒരിക്കലും വേസ്റ്റ്, അതായത് ഹ്യൂമൻ വേസ്റ്റ് ഒരിക്കലും ഇങ്ങോട്ട് വരാൻ പാടില്ല. ഇതിൻ്റെ വെള്ളം മാത്രമേ വരാൻ പാടുള്ളൂ. ഇതിന് ഈ സെപ്റ്റിക് ടാങ്കിൻ്റെ ഒരു ഹൈറ്റ് ഇത്ര ഹൈറ്റ് വേണം എന്നുള്ള കണക്കുണ്ട്. ഇവിടെ ചെറിയ പൈപ്പ് വെച്ചിട്ട് ഉണ്ടാക്കുന്ന സെപ്റ്റിക് ടാങ്ക് പോലും ഉണ്ട്. ഇത്രയും കാരണം കോമ്പറ്റീവാണ്. വില വളരെ കുറച്ചിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. മിനിമം 1 മീറ്റർ ഹൈറ്റ് വേണമെന്നുണ്ട്. അപ്പോൾ എന്നാലേ ഇത് താഴ്ന്നൂടെ കിടക്കുള്ളൂ. അല്ലെങ്കിൽ നമ്മളിവിടെ ഒരു ഫ്ലഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഇതേപോലെ അങ്ങ് പുറത്ത് പോകും. ഈ സെപ്റ്റിക് ടാങ്കിൽ വരുന്ന അത് അതേപോലെ അങ്ങ് പുറത്ത് പോകും. അതായത് നമ്മളെന്താ വെച്ചാൽ ഇതിന് ട്രിപ്പിംഗ് ഫിൽറ്റർ എന്ന് പറയാം. ഈ തേർഡ് ചേമ്പറിൽ ട്രിപ്പിംഗ് ഫിൽറ്റർ ഫിറ്റ് ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ എല്ലാ ഇതിനിപ്പോൾ നമ്മുടെ ഹ്യൂമൻ വേസ്റ്റിനകത്ത് ഇതിനെ ഈറ്റ് ചെയ്യുന്ന ഇതിനകത്ത് അണുക്കളെ ഈറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇതിനെ ഇത് ചെയ്യുന്ന അണുക്കളുണ്ട്. അത് ഈ ട്രിപ്പിംഗ് ഫിൽറ്ററിൽ ചെയ്യും. ഇതിൽ നിന്ന് വരുന്ന ഇതിനെ ഈവൻ അങ്ങനെ പിന്നെ ക്ലോറിനേറ്റ് ചെയ്തിട്ടാണ് സോക്കറ്റിലേക്ക് പോകുക. ഈ സോക്കറ്റ് നമ്മൾ ഉണ്ടാക്കുന്നത് തന്നെയാണ്. അല്ലേ? എന്നിട്ട് ഇതിൽ നിന്ന് വെള്ളം പുറത്ത് പോകും. അപ്പം കുറേ കടമ്പകൾ കടന്നിട്ടാണ് വെള്ളം പുറത്ത് പോകുന്നത്. ക്ലീൻ ചെയ്യുന്നത് സ്വയം ക്ലീൻ ചെയ്യുന്ന വാട്ടർ ടാങ്ക്, ഈ പറഞ്ഞ പോലെ സ്വയം ക്ലീൻ ചെയ്യുന്ന സെപ്റ്റിക് ടാങ്ക്. അതെ. ഇനി ഇതിനകത്ത് കാറ്റ്രിഡ്ജ് ഉണ്ട്, ഈ ക്ലോറിനേറ്റർ ഉണ്ട്. ഇതിലുണ്ട് ഇതിനും ക്ലോറിൻ ഡിഫ്യൂസർ ഉണ്ട്, ഇതിനും ക്ലോറിൻ ഡിഫ്യൂസർ ഉണ്ട്. ഇത് നമുക്ക് റീപ്ലേസ് ചെയ്യാവുന്നതാണ്. ഇത്രയും കാലത്തെ എക്സ്പീരിയൻസിൽ ഇത് കൂടാണ്ട് നമ്മുടെ ജീവിതത്തിലുണ്ടായ എന്തെങ്കിലും ഒരു നല്ലത് പൊട്ടയായ എന്തെങ്കിലും അനുഭവങ്ങളൊക്കെ ഷെയർ ചെയ്യാൻ സാറിന് മനസ്സിൽ തങ്ങി നിൽക്കണ എന്തെങ്കിലും? എനിക്ക് പൊട്ടാന്ന് പറയാൻ നേരത്തെ പറഞ്ഞതാണ്. പൊട്ടായിട്ട് ഇങ്ങനെ അസുഖം വന്നു, അതാണ് ഒരു പൊട്ട. അല്ലാതെ പ്രത്യേകിച്ച് അങ്ങനെ ഒരു പൊട്ടായിട്ട് നല്ലതായ എന്തെങ്കിലുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ പലതും എല്ലാം നല്ലതായിരുന്നു പറയാം. സംഭവിച്ചതെല്ലാം നല്ലതിനായിരുന്നു, ഇനി സംഭവിക്കുന്നത് നല്ലതിന്. എനിക്ക് അങ്ങനെ വേറെ പ്രശ്നങ്ങളൊന്നും അനുഭവങ്ങളൊന്നുമില്ല. കൂടുതൽ സന്തോഷിക്കാവുന്നതോ അല്ലെങ്കിൽ കൂടുതൽ ദുഃഖിക്കാവുന്നതോ ആയിട്ടുള്ള പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല. നോർമൽ നമ്മുടെ കോൺസെൻട്രേറ്റ് വോച്ച് ചെയ്ത് പോകണം. പിന്നെ വന്ന ആകെ ഒരു പ്രോബ്ലം ഇത് മാത്രമാണ്. സന്തോഷവാനാണ് സാർ. കാരണം സാറിൻ്റെ ഈ പറഞ്ഞ ഔദ്യോഗിക ജീവിതത്തിലും മറ്റുള്ള പേഴ്സണൽ ലൈഫിലും എല്ലാം നല്ല ഹാപ്പിയാണ്. എന്താ പറയുക, അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, ഇതുപോലുള്ള നല്ല ഐറ്റംസ് ജനങ്ങളിലേക്ക് എത്തിക്കാൻ സാർ ചെയ്ത ഈ ഒരു വലിയ കാര്യം കാരണം എടുത്തു പറയേണ്ടതാണ്. നമ്മുടെ ഒരു ടീം ശരിക്കും വലിയൊരു കാര്യം തന്നെയാണ്. കാരണം ഇത് എല്ലാവർക്കും അറിയണ കാര്യമൊന്നുമല്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കറക്റ്റ് ആൾക്കാരിലേക്ക് ഇതിപ്പോ വേറെ പലരും കമ്പനിക്കാരൊക്കെ തുടങ്ങിയിട്ടുണ്ട്. വേറൊരു പേരില്ല, വേറൊരു ടൈപ്പ്. ഇത് ഞങ്ങള് ഡിസൈൻ നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പേറ്റന്റിന് പോയിട്ടില്ല. ഇതിന് ഹരിതം എന്നാണ് പേര്. ഇത് 3-4 ടൈപ്പ് ഉണ്ട്. 3-4 ടൈപ്പിന് കപ്പാസിറ്റി അല്ലേ, 10 മുതൽ 15 ഫ്ലഷ് വരെയുള്ളത്. അതുപോലെ 20 മുതൽ 25, 30 മുതൽ 35 ഫ്ലഷ്, 40 മുതൽ 45 ഫ്ലഷ്. ഫ്ലഷിന്റെ കണക്കാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സെപ്റ്റിക് ടാങ്കിൽ പറയും. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സാർ എത്ര കാലം വരെ ഒരു സെപ്റ്റിക് ടാങ്ക് ഒരു വീട്ടിൽ യൂസ് ചെയ്യാം? സാധാരണ എല്ലാവരും ഒരു പുതിയ വീട് പണിയുമ്പോൾ നമ്മളിത് വാങ്ങി വെക്കണം. അത് കാലകാലത്തേക്കാണോ അതോ വീണ്ടും മാറ്റേണ്ടതുണ്ടോ? സെപ്റ്റിക് ടാങ്ക് ആയ കാരണം പിന്നെ അതെടുത്ത് വേറൊരു സ്ഥലത്ത് കൊണ്ടുവയ്ക്കുക എന്നുള്ളൊരു ബുദ്ധിമുട്ട് ചെയ്യാം. പറ്റിപ്പിടിച്ചിരിക്കുന്ന അണുക്കൾ, ആ അണുക്കള് ഇതിൽ നിന്ന് വരുന്ന ഈക്കോളി അത് അവരുടെ ഫുഡ് ഇതാണ്. അത് നമ്മുടെ ഈ നൈറ്റ് സോയിൽ എന്ന് പറയുന്നത്, അതായത് നമ്മുടെ വേസ്റ്റിനകത്ത് ഇത് രണ്ടും ഉണ്ട്, 2 ബാക്ടീരിയാസും ഉണ്ട്. ഇതിന് അപ്പം എന്താ ഉണ്ടാവുക വെച്ചാൽ ഇത് അവനെ ഭക്ഷിച്ച് ഈ ഇതുണ്ടല്ലോ മറ്റേ ഈ അണുക്കൾ ഇതൊരു തേനീച്ചയുടെ അട പോലെ ആയിരിക്കും ഇതിൻ്റെ മുകളിൽ. കുറേ കഴിഞ്ഞിട്ട് അങ്ങോട്ട് അവർക്കുണ്ടൊരു ലൈഫ്, അത് താഴെ വരും. ഫ്ലഷ് ചെയ്യുമ്പോൾ അത് പോകും. നമ്മുടെ സ്വച്ഛനാണ് 15,500 അല്ലേ? 15,500 സ്വച്ഛന്. എൻ്റെ ഹരിതം
പല പല റേറ്റുകളുണ്ട്, പല റേറ്റുണ്ട്, പല ഇതനുസരിച്ച് കപ്പാസിറ്റി അനുസരിച്ച് ചെറുത് മുതൽ വേറെ ഒരു ടാങ്കും അങ്ങനെ ക്ലീൻ ചെയ്യാൻ പറ്റില്ല. ഡെയിലി ഒരു 5 ലിറ്റർ വെള്ളം കളയാൻ അത് ഗാർഡനിലേക്ക് അതെ, അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചീരയോ അങ്ങനെ പച്ചക്കറി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങോട്ട് ആ വെള്ളം ഇതാക്കും. കാരണം ഇത് മുകളിലിരിക്കുന്നത് ഇതിന്റെ ഔട്ട്ലെറ്റ്, അതായത് ഇതിന്റെ ഡ്രെയിൻ നേരെ താഴെ കൊണ്ട് നിർത്താം. താഴെ കൊണ്ട് ഗാർഡനിലോട്ട് കൊണ്ട് നിർത്താം, അല്ലെങ്കിൽ അടുക്കളയുടെ ആ സൈഡിൽ കൊണ്ട് നിർത്തി ഒന്ന് രാവിലെ ഒന്ന് തുറന്നാൽ ഈ പ്രഷറിൽ നിൽക്കുന്ന വെള്ളത്തിൽ നിന്ന് അതിന്റെ അടിയിൽ ആകെ 50 സെന്റിമീറ്ററിൽ കിടക്കുന്ന അഴുക്ക് വളരെ കുറച്ചുണ്ടാവുള്ളൂ ഡെയിലി ആണെങ്കിൽ. അപ്പം ക്ലീനായി. ഏറ്റവും നല്ല ഐഡിയ അല്ലേ, സൂപ്പർ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പലർക്കും അറിയില്ലാത്ത ഒരു കാര്യമാണത്. നമ്മൾ തന്നെ തീരുമാനിക്കണം, നമ്മുടെ വീട്ടിൽ നല്ല വാട്ടർ ടാങ്ക് വെക്കണം, പൊട്ട വാട്ടർ ടാങ്ക് വെക്കണം, നല്ല വെള്ളം കുടിക്കണോ പൊട്ട വെള്ളം പൊട്ട കുടിക്കണം. വെള്ളം. നല്ലൊരു പുതിയ അറിവാണ് സാർ തന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പലർക്കും അറിയില്ലാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. കാരണം നമ്മളൊരു വാട്ടർ ടാങ്ക് വാങ്ങി വെച്ച് കഴിഞ്ഞാൽ കാലാകാലത്തേക്ക് അതാണ്. ചിലപ്പോൾ നമ്മൾ വാഷ് ചെയ്യാണ്ടിരിക്കാം, ചിലപ്പോൾ 6 മാസം കൂടുമ്പോൾ ക്ലീൻ ചെയ്യേണ്ടത്. 6 മാസമോ വർഷമോ ഒരു പ്രായമായിട്ടുള്ള 2 പേരുള്ള ഒരു അച്ഛനും അമ്മയും പ്രായമുള്ളവരാണ്. ആർക്കെങ്കിലും ഒരാളെ കിട്ടണമെങ്കിൽ എന്താ ബുദ്ധിമുട്ട്? ഇപ്പോൾ ഒരു വാട്ടർ ടാങ്ക് കഴുകാൻ ചുരുങ്ങിയത് ഒരു 500 രൂപ കൊടുക്കുക വെച്ചാൽ എല്ലാ മാസവും കഴുകുക എന്ന് വിചാരിക്കൂ. സപ്പോസ് അങ്ങനെ ചെയ്യാറില്ല. 500 രൂപ ഒരു മാസം വാട്ടർ ടാങ്ക് ക്ലീൻ ചെയ്യാൻ ഉപയോഗിക്കുന്നത് ഒരു 6000 രൂപ ഒരു കൊല്ലം യൂസ് വേണം. ഇത് സാധാരണ ടാങ്ക് ആണെങ്കിൽ നിങ്ങൾ ഇന്ന് ക്ലീൻ ചെയ്ത് നാളത്തേക്ക് അതിനകത്ത് അഴുക്കുന്നു. ശരിയാണ്. അതേ സമയത്ത് സ്വച്ഛമാണെങ്കിൽ മനസ്സിലായ ആ അഴുക്ക് നിങ്ങൾക്ക് മറ്റത് സാധാരണ ടൈമുകൾക്ക് മാസത്തിൽ ഒരിക്കലേ കഴിഞ്ഞേ പറ്റൂ. അല്ലെങ്കിൽ ഇങ്ങനെ അല്ലെങ്കിൽ ഡെയിലി ആൾ ഇറങ്ങി ക്ലീൻ ചെയ്യാവുന്ന ഏറ്റവും വലിയ തന്നെയാണ് നല്ലത്. അപ്പം നമുക്ക് തീരുമാനിക്കാം, നല്ല വെള്ളം കുടിക്കണോ പൊട്ട വെള്ളം കുടിക്കണോ. അപ്പോൾ ഇന്നത്തെ ഒരു എന്താ പറയുക, റാംമോഹൻ സാറിൻ്റെ വിശേഷങ്ങൾ നമ്മൾ കേട്ടു. അപ്പോൾ ഇനി ഉള്ള അടുത്ത ഒരു നല്ലൊരു വിശേഷവുമായിട്ട് നമ്മൾ എത്തുന്നതായിരിക്കും. അതുവരെ ബൈ, താങ്ക് യു.